തൊട്ടാലൊട്ട് മുടക്ക് തീരും ഉടനെ തൊട്ടും തൊടാതെയും പോകുന്നതാണ് കൊട്ടൻ ചുക്കാതി അല്ലേ? കൊട്ടൻ ചുക്കാതി എന്ന് പറയാൻ അത്ര ശ്രേഷ്ഠമായ എണ്ണ. ഇത് ബ്രഹൽ പഞ്ചമൂലം എന്ന് പറയുന്ന പഞ്ചമൂലത്തിലെ ഒരു ചെടിയാണ്. ഇതിൻ്റെ വേരാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ബ്രഹൽ പഞ്ചമൂലം എന്ന് പറയുമ്പം കൂവളത്തിന്മേര്, കുമിഴിൻ്റെ വേര്, പാതിരി വേര്, പയ്യാരാന്ത വേര്, ഞെരിഞ്ഞിൽ വേര്, അതിന് പകരം ഞെരിഞ്ഞിലിൻ്റെ കായാണ് ഇപ്പം ചേർക്കുന്നത്. മനസ്സിലായില്ലയോ? അത് ബൃഹത് പഞ്ചമൂലം. മുഞ്ഞ വേറെ, മുഞ്ഞയുണ്ട്, മുഞ്ഞവേര്, കൂവളവേര്, കുമ്പിൾ വേര്, പാതിരി വേര്, പയ്യാരാന്ത വേര്, മുഞ്ഞവേര്, അങ്ങനെയും പറയുന്നുണ്ട്. ഒരുപാട് എണ്ണത്തിൽ പറയുന്നത്. കുമിഴിന് പകരമാണ് കുമ്പിള് ചേർക്കുന്നതെന്നാണ് പറയുന്നത്. കുമിഴിയാണ് വേണ്ടത്. കുമിഴിയൊന്നും ഇവിടെ കാണാനില്ല, നമ്മുടെ നാട്ടിൽ ആരും കണ്ടിട്ടുള്ളവരും ഇല്ല. കുമിഴി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും കൂടിയ ഒരു സിദ്ധൌഷധമാണ്. അതിൻ്റെ പേരാണ് ഈ മഹത് പഞ്ചമൂലത്തിൽ ചേർക്കുന്നത്. അതില്ലിപ്പോൾ. ഇതിപ്പം തൈലത്തിന് വല്ല ഉപയോഗിക്കും? ഇത് തൈലത്തിനൊന്നും ഉപയോഗിക്കത്തില്ല. കിഴിക്കൊക്കെ ഉപയോഗിക്കില്ല. ഇതിൻ്റെ വേരാണ് ഉപയോഗിക്കുന്നത് സാധാരണ. അതെ. കാത്തോട്ടി വേരും മുരിങ്ങ വേരും ചിറ്റരത്തയും കടുകും വെളുത്തുള്ളിയും കഷായത്തിലിട്ട് 14 വെള്ളം കഷായം വെച്ച് 4 ആ 4 ഇടങ്ങഴി എണ്ണയും 2 എണ്ണയും 2 പുളിയില ചാറും ചിറ്റരത്തയും വെളുത്തുള്ളിയും കടുകും കൽക്കമായി കാച്ചി അരിച്ചെടുക്കുന്നതാണ് കൊട്ടൻ ചുക്കാലി എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നുള്ള കൊട്ടൻ ചുക്കാലി കാണാനില്ല. തൊട്ടാലൊട്ട് മുടക്ക് തീരും ഉടനെ തൊട്ടും തൊടാതെയും പോകുന്നതാണ് കൊട്ടൻ ചുക്കാലി എന്ന് പറയാൻ അത്ര ശ്രേഷ്ഠമായ എണ്ണ. അതിന് ചേർക്കുന്ന ഒരു മുഖ്യ ഔഷധമാണിത്. കോഴിപ്പഴം എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് പൂച്ചപ്പഴം എന്നും പറയും. പിന്നെ പഴം തിന്നാൻ ഉപയോഗിക്കും. ജീവജാലങ്ങൾ ഉപയോഗിക്കും, മനുഷ്യരും ഉപയോഗിക്കും. നല്ല സ്വാദുകരമായൊരു പഴമാണ്. പിന്നെ ഈ ചെടിയുടെ ഇല ഒടിവിന് ഏറ്റവും ഒന്നാന്തരം വടിപ്പ് മരുന്നെന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. വെച്ച് കെട്ടുന്ന വേദനയ്ക്കും മറ്റു മരുന്നുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് പല മരുന്നുകൾക്കും ചേരും. അത് ഒടിവിനാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠം. ഒടിവിന് തന്നെ അരച്ച് വെച്ച് കെട്ടിയാലും ആ ഒടിവ് ഒന്നിച്ച് ചേരുമെന്നാണ് പറയുന്നത്. ഇത് സാധാരണ ആയുർവേദത്തിലെ മരുന്നല്ല. ഇത് താളിയോല ഗ്രന്ഥത്തിലൊക്കെ ഉള്ളതാണ്. കോഴിപ്പഴം ഇതങ്ങനെ കാട്ടുവേലിയായിട്ട് വളർന്നു നിന്നത് ആർക്കും അറിയത്തില്ല. ഇത് മരുന്നാണ്. അറിയാവുന്നവർ വളരെ കുറവാണ്. നമ്മളന്ന് പൗവത്തുമല പോയപ്പോൾ നല്ല സുന്ദരമായ ഒരു ഔഷധിയാണ് ഇത്. ഒടിവിന് ഏറ്റവും ബെസ്റ്റാണ് കോഴിപ്പഴം എന്ന് പറയും.